നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ CPM സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ഇത് 6ാം തവണയാണ്. 1965-ൽ CPMന്റെ കെ കുഞ്ഞാലി തുടങ്ങിവെച്ച ആ ചരിത്രം ഇപ്പോൾ എത്തി നിൽക്കുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M സ്വരാജിലാണ്. 1965, 67 എന്നീ വർഷങ്ങളിൽ കെ കുഞ്ഞാലിയാണ് പാർട്ടി ചിഹ്നത്തിൽ നിലമ്പൂരിൽ വിജയിച്ചത്. 2 തവണയും പരാജയപ്പെടുത്തിയത് പിന്നീട് നിലമ്പൂരിലെ പ്രധാനപ്പെട്ട മുഖമായി മാറിയ ആര്യാടൻ മുഹമ്മദിനെയുമാണ്. ശേഷം കുഞ്ഞാലിയെ കൊലപ്പെടുത്തിയതും ആര്യാടൻ മുഹമ്മദ് പ്രതിയായ സംഭവമെല്ലാം തന്നെ നിലമ്പൂരിൻ മണ്ഡലത്തിന്റെ സവിശേഷമായ രാഷ്ട്രീയ ചരിത്രമാണ്. തുടർന്ന് 1970-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ MP ഗംഗാധരൻ വിജയിക്കുകയും ചെയ്തു. ആ തെരഞ്ഞെടുപ്പിലും CPM സ്വന്തം ചെങ്കൊടിക്ക് കീഴെ തന്നെ മത്സരിച്ചു. CP അബൂബക്കറായിരുന്നു സ്ഥാനാർത്ഥി. അതേ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PV കുഞ്ഞിക്കണ്ണനും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു. ശേഷം 1977-ൽ മുൻ ജില്ലാ സെക്രട്ടറിയായ K സൈതാലിക്കുട്ടി, പിന്നീട് 2006-ൽ P ശ്രീരാമകൃഷ്ണൻ എന്നിവരും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു. ഏറ്റവും ഒടുവിലിത CPMന്റെ ഫയർ ബ്രാൻഡ് നേതാവായ M സ്വരാജും. 2025-ലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന M സ്വരാജ് അൻവറിന്റെ തുടർച്ചക്കാരനായി മണ്ഡലത്തിന്റെ സാരഥ്യം വഹിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പു പറയാനാവില്ല. CPMന് കുഞ്ഞാലി എത്രമേൽ പ്രിയപ്പെട്ടതാണോ അത്ര തന്നെ പ്രിയപ്പെട്ടതാണ് ആര്യാടൻ മുഹമ്മദും. രണ്ടുപേരുടെയും ഓർമ്മകളെ മുതലെടുക്കാനുള്ള ശ്രമമാണ് ഇരു മുന്നണികളും നിലമ്പൂരിൽ മുന്നോട്ട് വയ്ക്കുന്നത്. കുഞ്ഞാലിയുടെ മരണത്തിന് ഉത്തരവാദി ആര്യാടൻ എന്ന ആരോപണമുന്നയിച്ച CPM തന്നെ ആര്യാടന് വേണ്ടി വോട്ട് ചോദിച്ചിറങ്ങിയതും നിലമ്പൂരിലെ ചരിത്രമാണ്. 1965-ൽ മണ്ഡലത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ CPMലേക്ക് കുഞ്ഞാലിയാണ് വിജയം നേടിയത്. കോൺഗ്രസിലെ യുവ നേതാവും തീപ്പൊരി ജനകീയനുമായിരുന്ന ആര്യാടൻ മുഹമ്മദിനെ 7761 വോട്ടിന് തോൽപ്പിച്ചുകൊണ്ടായിരുന്നു കുഞ്ഞാലിയുടെ വിജയം. അന്ന് മുസ്ലിം ലീഗും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിരുന്നു. എന്നാൽ അത്തവണ ആർക്കും ഭൂരിപക്ഷം ഇല്ലാതിരുന്നതിനാൽ സഭ ചേർന്നില്ല. തുടർന്ന് 1967-ൽ വീണ്ടും പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. കുഞ്ഞാലി വീണ്ടും സഭയിലെത്തി. പിന്നീടാണ് MLA ആയിരുന്ന കുഞ്ഞാലി വെടിയേറ്റ് മരിക്കുന്നത്. തുടർന്ന് 1970-ൽ 2 തെരഞ്ഞെടുപ്പുകൾക്ക് മണ്ഡലം സാക്ഷ്യം വഹിച്ചു. ആദ്യം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച MP ഗംഗാധരൻ മണ്ഡലം തിരിച്ചുപിടിച്ചു. കുഞ്ഞാലി വധക്കേസിൽ ആര്യാടൻ പ്രതിയായ സാഹചര്യത്തിലാണ് MP ഗംഗാധരൻ മത്സര രംഗത്തേക്ക് എത്തുന്നത്. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വിജയം ആവർത്തിക്കുകയായിരുന്നു. അടിയന്തരാവസ്ഥയെ തുടർന്ന് 1977-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആര്യാടൻ മുഹമ്മദ് 3ാം ഊഴത്തിൽ ഇവിടെ വീണ്ടും വിജയിക്കുകയായിരുന്നു. 1980-ൽ കഥ വീണ്ടും മാറി. ഇടതുപക്ഷത്തോടൊപ്പം മത്സരിച്ച കോൺഗ്രസ് യു സ്ഥാനാർത്ഥിയായ C ഹരിദാസ് വിജയിച്ചു. കോൺഗ്രസിലെ TK ഹംസയെയാണ് അദ്ദേഹം തോൽപ്പിച്ചത്. എന്നാൽ ആദ്യ EK നായനാർ മന്ത്രിസഭയിൽ അംഗമായ ആര്യാടന് വേണ്ടി ഹരിദാസ് സ്ഥാനമൊഴിഞ്ഞു. 1980-ൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPM രക്തസാക്ഷിയായ കുഞ്ഞാലിയെ മറന്ന ആര്യാടൻ മുഹമ്മദിന് വേണ്ടി EMS നിലമ്പൂരിൽ വോട്ട് അഭ്യർത്ഥിച്ചു. എതിരാളിയായ കോൺഗ്രസ് ഐ സ്ഥാനാർത്ഥി മുല്ലപ്പള്ളി രാമചന്ദ്രനേക്കാൾ 17,841 വോട്ടിനായിരുന്നു ആര്യാടൻ മുഹമ്മദിന്റെ ഉപതെരഞ്ഞെടുപ്പിലുടനീളമുള്ള 2ാം വിജയം. എന്നാൽ 1982 ആയപ്പോഴേക്കും ചരിത്രം വീണ്ടും മാറി. ആര്യാടൻ കോൺഗ്രസിനൊപ്പം പോയപ്പോൾ കോൺഗ്രസ് നേതാവായിരുന്ന TK ഹംസ ഇടതുപക്ഷത്തേക്ക് വന്നു. CPMന്റെ സ്വതന്ത്രനായി മത്സരിച്ച ഹംസ ആര്യാടനെ തോൽപ്പിച്ച് നിയമസഭയിലെത്തി. 1982-ലെ തോൽവി ഒഴിച്ചാൽ 1987 മുതൽ 2011 വരെയുള്ള തെരഞ്ഞെടുപ്പ് വരെ ആര്യാടനെ തോൽപ്പിക്കാൻ പിന്നീട് CPMന്റെ സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടില്ല. ദേവദാസ് പൊറ്റക്കാടിനെ തോൽപ്പിച്ചുകൊണ്ട് 1987-ൽ ആര്യാടൻ മുഹമ്മദ് തുടങ്ങിയ വിജയയാത്ര 2011 വരെയുള്ള 6 തെരഞ്ഞെടുപ്പുകളിൽ ആവർത്തിക്കുകയായിരുന്നു. പിന്നീട് 2011 ആര്യാടൻ മുഹമ്മദ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുകയും മകൻ ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ എത്തുകയും ചെയ്തു. കോൺഗ്രസിൽ നിന്നും പിണങ്ങിപ്പിരിഞ്ഞ് CPM സ്വതന്ത്രനായി മത്സരിച്ച PV അൻവർ 11,504 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറി. ഏകദേശം 1/4 നൂറ്റാണ്ട് നീണ്ടുനിന്ന മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ അപ്രമാദിത്വത്തിന് അതോടെ വിരാമമിടുകയും ചെയ്തു. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിലും PV അൻവർ വിജയിച്ചു. എന്നാൽ കേരളത്തിൽ LDF തരംഗത്തിൽ തുടർഭരണം ലഭിച്ച തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ ഭൂരിപക്ഷം 2,700 മാത്രമായി കുറഞ്ഞു. നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M സ്വരാജ് മത്സരിക്കുന്നതും അത്ര നല്ല അന്തരീക്ഷത്തിലല്ല. കടുത്ത സർക്കാർ വിരുദ്ധ വികാരം നിലനിൽക്കുന്ന മണ്ഡലത്തിൽ സ്വരാജിന്റെ വിജയപരാജയം സ്ഥാനാർത്ഥിയുടെയും CPMന്റെയും ഭാവി തീരുമാനിക്കുന്ന ഒന്നായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.